ഗോവിന്ദചാമിയെ കണ്ണൂർ ജയിലിൽ നിന്ന് വിയ്യൂർ സെൻട്രലിലേക്ക് മാറ്റി. ഇനി ചാട്ടം നടക്കാൻ സാധ്യത വളരെ കുറവാണ്. വിയ്യൂർ സെൻട്രൽ ജയില് നമുക്കൊന്ന് നോക്കാം. അവിടെ 523 പേർക്കുള്ള സൗകര്യമുണ്ട്. 700ഓളം പേര് ഇപ്പോൾ അവിടെ ആ ജയിലിൽ തന്നെയുണ്ട്. വിയ്യൂര് ഏകദേശം 17 ജയിലുകളുണ്ട് അതിനകത്ത് തന്നെ. അവർക്ക് 44 ബ്ലോക്കായിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത്. 9.5 ഏക്കർ സ്ഥലത്തിലാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ കിടക്കുന്നത്. അവിടെ അതീവ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന സെൻട്രൽ ജയിലാണത്. 730 മീറ്റർ ചുറ്റളവുള്ള മതില്, 730 മീറ്റർ ഉണ്ട് അവിടുത്തെ മതിൽ. ആ മതിലിൽ നിന്ന് ഏകദേശം ഉള്ളിലായിട്ട് 50 മീറ്റർ അകലെ മാത്രമാണ് കെട്ടിടം വെച്ചിരിക്കുന്നത്. അവിടുത്തെ കെട്ടിടങ്ങളും ഇവിടെ സൗകര്യം അനുസരിച്ച് ഓരോ കെട്ടിടത്തിലും ആംഡ് പോലീസ് ഗാർഡുകളുണ്ട്. ഇവർക്ക് അതീവ ഗുരുതരമായ അസുഖങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ട്രീറ്റ്മെൻ്റ് ഒക്കെ അവിടെ നടക്കും. പ്രാഥമിക സൗകര്യമൊക്കെ അവരുടെ മുറിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു തടവുകാരനെ കാണാനൊക്കില്ല. കാരണം 125ഓളം ഇതുപോലെയുള്ള അവിടെ ക്രിമിനൽസ് ഉണ്ടെന്നാണ്. 530 പേർക്ക് കിടക്കാനുള്ള സ്ഥലത്ത് 700 പേരുണ്ടെങ്കിലും അതിൽ 125 പേരും കൊടും കുറ്റവാളികളാണ്. സൈക്കോപ്പത് പോലെയുള്ള ആൾക്കാരാണ്. എന്തും ചെയ്യും, ഏതും ചെയ്യും. അവരെയൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു സെല്ലിലിട്ടിരിക്കുകയാണ്. അവർക്ക് പ്രാഥമിക സൗകര്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ആ മുറിയിലുണ്ട്. മറ്റൊരു തടവുകാരനെ കാണാനൊക്കില്ല. അതുപോലെ തന്നെ ആ മുറിയിൽ അവർക്ക് കിടക്കാനുള്ള സൗകര്യത്തിനൊപ്പം തന്നെ അഗ്നിശമന സേനയുടെ ആ മുറിയുടെ അടുത്ത് തന്നെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ അഗ്നിശമന സേന ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരെ 24 മണിക്കൂറും കാണാൻ CCTV ക്യാമറയുടെ ദൃശ്യമുണ്ട്. ഇവർക്ക് കോടതിയിൽ ഇവരുടെ പല കേസിനും ഇവരെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കൊണ്ടുപോകത്തുമില്ല. കാരണം അതിൽ റിസ്കി ആയിട്ടുള്ള ക്രിമിനൽസ് ആണ് ഇവർ. അതുകൊണ്ട് ഇവരുടെ കേസുകളെല്ലാം വീഡിയോ കോൺഫറൻസിൽ കൂടെയാണ് കോടതി നടത്തുന്നത്. അവർക്ക് കോടതിയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ പറയാം. അതുപോലെ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ഒരു ആവശ്യം സാധാരണഗതിയിൽ വരുന്നില്ല. കാരണം ടെലിമെഡിസിൻ ആണ്. മൊബൈലിൽ കൂടെയും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള അവിടുത്തെ ഡോക്ടർമാർ മറ്റു സീനിയറായ മെഡിക്കൽ കോളേജിലെ മറ്റു ഡോക്ടർമാരോട് സംസാരിച്ച് ആവശ്യമായ മെഡിസിനൊക്കെ അവർ ടെലിമെഡിസിൻ മുഖേന അത് പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ ഇതിന് ചുറ്റും 4 വാച്ച് ടവറാണ്. നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒരു വാച്ച് ടവർ സെൻട്രലിലുണ്ട്. ഇവിടെ 4 മൂലയ്ക്ക് 4 വാച്ച് ടവറാണ്. പിന്നെ ബൈനോക്കുലേഴ്സ്, നൈറ്റ് വിഷനുള്ള രാത്രി കാണുന്ന ബൈനോക്കുലേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ഹൈ ബീം സെർച്ച് ലൈറ്റുകളുണ്ട്. പിന്നെ വാക്കി ടോക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം, മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാം. ഏകദേശം 250-300ഓളം CCTV ക്യാമറകൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള 521 പേരിലെ 521 പേരെ ഇടാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും 700 പേരോളം വന്നു കഴിഞ്ഞിരിക്കുന്നു അവിടെ. അതുകൊണ്ട് തടവുകാരെ ഇതുപോലെയുള്ള ക്രിമിനൽസിനെ കൂടുതൽ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വിയ്യൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവരെ കൂടുതൽ തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യം ഒന്നെങ്കിൽ ഡെവലപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയില് അതൊരു സബ് ജയിലായിട്ട് മാറ്റി റിമാൻഡ് തടവുകാരെ മാത്രമാക്കുന്ന ഒരു സംവിധാനം അവിടെ. കാരണം അത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ജയിലാണെങ്കിലും അവിടെ റിമാൻഡ് തടവുകാരെ ആക്കിയിട്ട് പുതിയൊരു ജയിൽ സംവിധാനം അടിയന്തരമായിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാരണം സെൻട്രൽ ജയില് 3 എണ്ണമേ ഉള്ളൂ. പിന്നെ ഒരു ഓപ്പൺ ജയിലുണ്ട്. അത് നല്ല പക്വതയൊക്കെ ആയിക്കഴിഞ്ഞവരെ അങ്ങോട്ട് മാറ്റുള്ളൂ. എന്നാൽ 4 സെൻട്രൽ ജയിലുണ്ടെന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഒരു പുതിയ ജയിലിൻ്റെ ആവശ്യകത കൂടി വരുന്നു. സമൂഹത്തിൽ ധാരാളം മർഡർ നടക്കുന്നുണ്ട്. പല ആൾക്കാരും റിമാൻഡ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരെ ശിക്ഷിച്ചു വിടുന്നുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ധാരാളം കോടതി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വർഷങ്ങളോളം അവിടെ കിടന്ന ശേഷം സുപ്രീം കോടതിയിൽ പോയി ചിലപ്പം റിമാൻഡ് ചെയ്ത് അത് വീണ്ടും ജീവപര്യന്തം തടവായിട്ടൊക്കെ വരും. എങ്കിലും ജയിലിലെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഏകദേശം ഇരട്ടി ആൾക്കാർ ഇപ്പം ജയിലിലോട്ട് എത്തിക്കഴിഞ്ഞു. സമൂഹത്തിലെ ഈ അക്രമവാസന കൂടി വരുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ജയിലിലോട്ട് വരും, ശിക്ഷിച്ചും വരും. അപ്പം
അതുകൊണ്ട് അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയ ക്രിമിനൽസിനെ പലരെ നമുക്ക് സമൂഹത്തിൽ ഇറക്കാൻ കഴിയില്ല. അതുകൊണ്ട് നല്ലൊരു ശതമാനം ഫണ്ട് ഇതിനു വേണ്ടി കരുതി വെക്കേണ്ടി വരും. കാരണം ഗോവിന്ദചാമി ചാടിക്കഴിഞ്ഞപ്പം തന്നെ എല്ലാവരുടെയും ഭീതിയും നമ്മുടെ വെപ്രാളമൊക്കെ നമ്മൾ കണ്ടു. കാരണം അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വെപ്രാളം ചാടി എന്നറിഞ്ഞപ്പോൾ ഇവൻ എപ്പോഴാണ് ഏത് സമയത്താണ് വന്നു കയറുന്നതെന്ന് പറയാൻ ഒക്കില്ല. അതേസമയത്ത് ആ ആ പെൺകുട്ടിയുടെ അമ്മ അവര് വിലപിക്കുന്നത് നമ്മൾ കണ്ടു. ഗോവിന്ദചാമി കൊന്ന ആ പെൺകുട്ടിയുടെ അമ്മ അവര് കിടന്ന് നിലവിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അവരുടെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഇതുപോലെയുള്ള ആൾക്കാരെ സമൂഹത്തിലേക്ക് വിടാൻ നമുക്ക് കഴിയില്ല. ഗോവിന്ദചാമിയെ പറ്റി ഉള്ള ആൾക്കാരെ സമൂഹത്തിലേക്ക് വിട്ടു എന്നറിഞ്ഞാൽ എല്ലാവർക്കും ഭയവും വെപ്രാളവും, ആൾക്കാർ ഭയപ്പെടുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ തീർച്ചയായും വിയ്യൂർ സെൻട്രൽ ജയിലിലെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പെർമനന്റ് ആയിട്ട് മരണം വരെ അവരെ നമുക്ക് അവിടെ ഡീറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം അവരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇപ്പൊ ഇന്ത്യയിലില്ല. ഇത് നമുക്ക് ഗോവിന്ദചാമിയുടെ ആ ഒഫൻസ് നമ്മൾ കാണുമ്പോൾ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ തൂക്കിക്കൊലയ്ക്ക് അർഹനായ വ്യക്തിയാണ് നമുക്ക് അറിയാം. കാരണം അയാൾ സൈക്കോപ്പതാണ്. അയാൾ രാസലഹരി കഴിച്ചുകൊണ്ടിരിക്കും, മദ്യപാനം കഴിച്ചുകൊണ്ടിരിക്കും, സെക്ഷൽ വൈകൃതം കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ ചെയ്യും. അത് മുഖം നോക്കത്തില്ല, ആരോടും ഒരു ദയയില്ല, ആരോടും അയാൾക്കൊരു എമ്പതി ഇല്ല, അയാളൊരു സ്നേഹമില്ല, കടപ്പാടില്ല, ചെയ്തു പോയ കുറ്റത്തിന് അയാൾക്ക് മനസ്താപമില്ല. അപ്പോൾ സൈക്കോപ്പതിക്ക് പേർഷൻ തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ധാരാളം സമൂഹത്തിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പലരെയും നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴും പല ആൾക്കാരുടെയും കുറ്റവാസനകളെ പറ്റി നറേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അവരൊക്കെ ഒരു സൈക്കോപ്പതാണ് എന്ന് സൈക്കാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റിനൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? നമുക്ക് ഇങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഗോവിന്ദചാമിയെ പോലെ ഉള്ള ഒരാളെ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ 125ഓളം പേര് ആ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. 126ാമത്തേനായിട്ടാണ് ഇയാൾ ചെന്നിരിക്കുന്നത്. അവിടെ 700ഓളം തടവുകാരുണ്ടെങ്കിലും അതിൽ 126 പേരും ഡേഞ്ചറസ് ക്രിമിനലാണ്. സമൂഹത്തിൽ ഇറക്കിവിടാൻ ഒക്കില്ല. അവർക്കൊന്നും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാനും കഴിയില്ല. അവര് ജീവിതാന്ത്യം വരെ അവിടെ കിടക്കും. ചിലപ്പം 10-20 വർഷം കഴിയുമ്പോൾ അവര് കേസ് കൊടുത്തുമൊക്കെ മറ്റുള്ളവരെ വിട്ടുകൊണ്ട് എന്നെയും അതുപോലെ വിടണം എന്ന് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധ്യതയുണ്ട്. അവരുടെ വീര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിയും ആ സമയത്ത്. എങ്കിലും ഗോവിന്ദചാമിയെ പോലെയുള്ള ഒരു ക്രിമിനലിന്റെ ചെയ്തികൾ നമ്മൾ കണ്ടില്ല. അവന്റെ മനോഗതം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകണം. കാരണം എത്ര നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെ ഒറ്റയ്ക്ക് അയാളും ജയിലിൽ ചാടി പോയെന്നുള്ളതാണ്. ജയാനന്ദനൊക്കെ ഒരു കൂട്ടു വേണം, അല്ലെങ്കിൽ ശിവജിക്ക് ഒരു കൂട്ടു വേണം, അല്ലാതെ അവർ ചാടിയതായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെയല്ല, ഒറ്റയ്ക്ക് ചാടുകയാണ്. ഏകാന്ത തടയിൽ കിടന്നയാളെ അവിടുന്ന് അവൻ ഒറ്റയ്ക്ക് ചാടി. ഇപ്പം അതിലും ഒരു കുറച്ചുകൂടെ കൺഫൈൻഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവനെ പാർപ്പിച്ചു കഴിഞ്ഞു. അവിടെ മുൻവശത്ത് 6 പേർക്ക് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ 6 പേർക്ക് ഒരാൾ വെച്ചിട്ടാണ് അവിടെ. കാരണം 6 പേരെ ഒന്നിച്ച് കാണാനുള്ള സൗകര്യത്തിൽ പോലെയാണ് ആ സെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. 6 തടവുകാർക്ക് ഒരു വാർഡനുണ്ട്. ഇവിടെ ഏകാന്ത സെല്ല് ആണ് എല്ലാവർക്കും 125, 126 പേർക്ക് കൊടുത്തിരിക്കുന്നതെങ്കിലും അവിടെ ആംഡ് പോലീസും ഉണ്ട്. കാരണം അവരെന്തെങ്കിലും ആ രീതിയിലുള്ള ഒരു കൃത്യം ചെയ്തുകളെ വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യേണ്ടി വരും. കാരണം അതിന് പോലീസിന് പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ അമേരിക്കയിലും മറ്റും പ്രൈവറ്റ് ഏജൻസികളാണ് പലരും ജയിൽ നടത്തിക്കൊണ്ടുപോകുന്നത്. കാരണം ശിക്ഷിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും, ഗവൺമെന്റ് അവർക്കുള്ള ഫണ്ട് കൊടുക്കും. പ്രൈവറ്റ് പോലീസും പ്രൈവറ്റ് ഏജൻസികളാണ് അമേരിക്ക പോലെയുള്ള പല സ്ഥലത്ത്. അവിടുത്തെ പല ജയിലുകൾ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ അവിടെയൊക്കെ ചെയ്യുന്നത് അവരുടെ തലയിൽ എവിടെയെങ്കിലും ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യും. കാരണം ജയിലിൽ ചാടിയാലും മൂവ് ചെയ്താലും എങ്ങോട്ട് നടന്നാലും അവർക്ക് മോണിറ്റർ ചെയ്യാൻ സൗകര്യമുണ്ട്. ഇവിടെ ഇന്ത്യയിൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മനുഷ്യാവകാശ ലംഘനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും. പക്ഷെ 125, 126 പേര് വിയ്യൂര് കിടക്കുന്നവർക്ക് ഒരു ചിപ്പ് വെക്കുന്നതിൽ ഒരു തടസ്സം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നിയമപരമായ അതിന് ഒരു ഒരു പരിരക്ഷ ലഭിക്കണം. അല്ലെങ്കിൽ അത് ലീഗലായിട്ട് അത് ഇങ്ങനെ ചിപ്പ് ഇങ്ങനെയുള്ള ഡേഞ്ചറസ് സമൂഹത്തിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഡേഞ്ചറായ ആൾക്കാരിൽ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുന്നതിന് ഒരു നിയമം കൊണ്ടുവരുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇല്ല. ഇതുപോലുള്ള ഡേഞ്ചറസ് ക്രിമിനൽസിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ കാര്യം പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ക്രിമിനലിനെ പാർപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ സമൂഹം ഏറ്റെടുത്തേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ചെലവ് സർക്കാർ വഹിക്കേണ്ടി വരും. വളരെ ഭാരിച്ച ഒരു ചെലവാണ് ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ക്രിമിനലെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക്. അത് തന്നെയല്ല, ഇവരൊക്കെ രാസലഹരിയുടെ അടിമകളായി അല്ലെങ്കിൽ ലിക്കറിന്റെ കഴിച്ച അടിമകളായി വന്നവരും പിന്നീട് അവരുടെ മനോവൃതം അനുസരിച്ച് സെക്ഷൽ വൈകൃതത്തിലേക്ക് പോകുന്നവരൊക്കെയാണ് ഇവര്. അവരെ നമുക്ക് സമൂഹത്തിലേക്ക് വിടാൻ ഒക്കില്ല. ധാരാളം മർഡർ ഉണ്ടാവും, ധാരാളം കൊലപാതകം ഉണ്ടാവും, ധാരാളം സെക്ഷൽ അബ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്ത് എവിടെയെങ്കിലും ഇടാനേ പറ്റുള്ളൂ.
അത് മനുഷ്യത്വപരമായ ഒരു കാര്യം തന്നെയല്ല, മനുഷ്യത്വരഹിതമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സമൂഹത്തിൽ വന്ന് ആരെങ്കിലും കൊല്ലും, ആരെങ്കിലും റേപ്പ് ചെയ്യും, അങ്ങനെയുള്ള ക്രിമിനൽസിനെ തുറന്നുവിടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇപ്പം കിടക്കുന്ന അസൗകര്യം കൂടുതലുണ്ടെങ്കിലും അത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയൊരു ജയില് അടിയന്തരമായിട്ട് 1-2 വർഷത്തിനകം കേരളത്തിൽ പണിയണം എന്നാണ് ഞാൻ കരുതുന്നത്.